നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഒരേ താരത്തെ മൂന്നാം തവണ സൈൻ ചെയ്യുക, അതാണ് ഇപ്പോൾ FC ബാഴ്സലോണ ജാവോ കൻസേലോയുടെ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. 32-കാരനായ താരത്തെ ബാഴ്സലോണ വീണ്ടും സൈൻ ചെയ്തു. ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. 2029 വരെ 3 വർഷത്തേക്കാണ് അദ്ദേഹത്തെ ഇപ്പോൾ ബാഴ്സലോണ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയൊക്കെ വന്നു. അദ്ദേഹം പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം 2 ബുദ്ധിമുട്ടേറിയ ആഴ്ചകളാണ് കടന്നുപോയത്. പക്ഷേ എനിക്കറിയാമായിരുന്നു എന്താണ് എനിക്ക് വേണ്ടത് എന്ന്. എനിക്കാകെ വേണ്ടത് ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുക എന്നുള്ളതായിരുന്നു. അതാണ് എൻ്റെ ഒരേ ഒരു ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. അത് ഇപ്പോൾ ഞാനിതാ നേടിയെടുത്തിരിക്കുന്നു. എൻ്റെ ഫാമിലിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഇവിടേക്കല്ലെങ്കിൽ ബാഴ്സലോണയിലേക്കല്ലെങ്കിൽ പിന്നെ വേണ്ട എന്നുള്ളതാണ്. ഞാൻ 1 വർഷം കളിക്കാതിരുന്നാലും വേണ്ടില്ല, എനിക്ക് ബാഴ്സയ്ക്ക് വേണ്ടി മാത്രം കളിച്ചാൽ മതി എന്നുള്ളതായിരുന്നു എൻ്റെ നിലപാട്. ഞാനത് കൃത്യമായി വ്യക്തമായി അവരോട് പറഞ്ഞതാണ്. ഞാൻ എല്ലായ്പ്പോഴും ഇവിടെ ആയിരിക്കുക എന്നുള്ളത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഈ ഒരു ക്ലബിനെ ഞാൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ബാഴ്സലോണയ്ക്ക് വേണ്ടി എനിക്ക് കളിക്കണം. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കിരീടങ്ങളിലേക്ക് പോകണം, ചാമ്പ്യൻസ് ലീഗ് നേടണം. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുകൂടി ജാവോ കൻസേലോ പറയുന്നു. അതെ, ഒരേ താരത്തെ 3-ാം തവണയാണ് സൈൻ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് വെറുതെ പറയുന്നതല്ല. ആദ്യം അദ്ദേഹം ബാഴ്സലോണയിലേക്ക് എത്തുന്നത് 2023-24 സീസണിലാണ്. മാഞ്ചസ്റ്റർ സിറ്റിയിലായിരുന്ന താരം ബയേണിൽ ലോണിൽ പോയി. അതിനുശേഷം ബാഴ്സലോണയിലേക്ക് ലോണിലേക്ക് എത്തുകയായിരുന്നു. അത് കഴിഞ്ഞ് 2024 മുതൽ അദ്ദേഹം അൽ ഹിലാലിൻ്റെ താരമായി. പക്ഷേ 2026 ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ജനുവരിയിൽ ബാഴ്സലോണയിലേക്ക് ലോണിലെത്തിയിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ പ്രീ സീസൺ സമയത്ത് അൽ ഹിലാലിലേക്ക് ജോയിൻ ചെയ്യേണ്ടതായിരുന്നു. അദ്ദേഹം ക്ലബിനോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നിപ്പോൾ വീണ്ടും അദ്ദേഹം ബാഴ്സലോണയിലേക്ക് എത്തുന്നു പറഞ്ഞാൽ 3-ാം തവണയാണ് ആള് ബാഴ്സലോണയിലേക്ക് എത്തുന്നത് എന്നർത്ഥം. ഇത്തവണ നേരത്തെ ഉണ്ടായിരുന്ന 2 തവണയും അദ്ദേഹം ലോണിലാണ് വന്നതെങ്കിൽ ഇത്തവണ അദ്ദേഹം പെർമനന്റ് സൈനിങ് ആയിട്ട് 3 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.